ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇഫ്താർ സ്പെഷ്യൽ ഇറച്ചി പത്തിരിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഇറച്ചി പത്തിരി ചിക്കൻ വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ടും അതല്ല എങ്കിൽ വെജിറ്റബിൾസ് വെച്ചിട്ടും തയ്യാറാക്കാവുന്നതാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ഈ ഒരു ഇറച്ചി പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം. ഇറച്ചി പത്തിരി തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പുഴുക്കല്ലരി, സെയിം ചോറുണ്ടാക്കുന്ന അരിയാണ്. ഇത് രണ്ടും കൂടെ 4 മണിക്കൂർ കുതിർത്തെടുത്തിട്ട് നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്യാനായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ട് പകുതി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഫെനൽ സീഡ്, അതായത് വലിയ ജീരകം, 1 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ്. 1 കപ്പ് കോക്കനട്ട് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും പകുതി മാത്രം ഒഴിച്ചിട്ട് ഈ അരി നല്ല മഷി പോലെ അരച്ചെടുക്കാം. അങ്ങനെ സെക്കൻഡ് ബാച്ചും ഇതുപോലെ ബാക്കി വന്നിട്ടുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. അരി അരച്ചെടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ട് ഈ അരി അരച്ചെടുക്കാൻ പാടില്ല. ആകെ 1/4 കപ്പ് കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലെ അരി അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇനി ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി സവാള ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല പോലെ സവാള വഴറ്റിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. പിന്നെ ഇത്രയും സവാള എടുക്കേണ്ട. ഈ ഒരു ഇറച്ചി പത്തിരി തയ്യാറാക്കാനായിട്ട് മീഡിയം സൈസിലുള്ള 2 സവാള എടുത്താൽ മതി. ഞാനിവിടെ 3 റെസിപ്പിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും സവാള വഴറ്റിയെടുക്കുന്നത്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചതച്ചിട്ടതും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഒന്ന് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലോട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ. ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഇത് സെറ്റ് ചെയ്യാനായിട്ട് അല്പം ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്യണേ. എന്നിട്ട് സ്റ്റീമറിലോട്ട് ഇറക്കി വെക്കുക. ഫ്ലെയിം ഓൺ ചെയ്യുക. നേരത്തെ അരച്ചെടുത്തിട്ടുള്ള അരിമാവ് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി ഇളക്കി കൊടുത്തതിന് ശേഷം 2 തവി അരിമാവ് ഈ പാത്രത്തിലോട്ട് നികക്കെ ഒഴിച്ചു കൊടുക്കാം. ഓവറായിട്ടുള്ള തിക്നെസ് വേണ്ട. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വെറും 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഈ ഫില്ലിങ്സ് നികക്കെ വെച്ച് കൊടുക്കാം. അതിനുശേഷം സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ ചെറിയൊരു തിക്നെസ്സോട് കൂടിയിട്ട് ഈ ഫില്ലിങ്ങിൻ്റെ മുകളിൽ ഇതുപോലെ നികക്കെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുക. ഇനി 3ാമത്തെ ലെയറും ഫില്ലിങ്സ് നികക്കെ വെച്ച് കൊടുത്തിട്ട് മാവ് കോരി ഒഴിച്ചതിന് ശേഷം അടച്ചു വെക്കുക. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം 3, 4, 5 ലെയറായിട്ട് സെറ്റാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു റെസിപ്പിയുടെ കൂടെ തന്നെ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ കേക്കും കൽമാസ് റെസിപ്പിയും കുറച്ച് മുമ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ടു നോക്കുക. അങ്ങനെ 20-25 മിനിറ്റ് ആവുമ്പോഴേക്കും ഇറച്ചി പത്തിരി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഒരു സ്ക്യൂവറോ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ സ്ക്യൂവറിൽ ഒട്ടി പിടിക്കുന്നില്ല എങ്കിൽ നല്ല പോലെ തന്നെ കുക്കായിട്ടിരിക്കും. ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം.
ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമല്ല എങ്കിൽ ബീഫ് വെച്ചിട്ടും വെജിറ്റബിൾസ് വെച്ചിട്ടും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. കുറച്ച് ലെങ്തായി എന്ന് തോന്നുന്നു, ക്ഷമിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.